നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള പല ഡെബിറ്റ് കാർഡിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിലൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. നമ്മൾ വിമാനയാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എയർപോർട്ടിലെ ലോഞ്ച് നമുക്ക് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. അതിനുള്ളിൽ ലോഞ്ചുകൾക്കനുസരിച്ച് നമുക്ക് നല്ല സൗകര്യത്തോടുകൂടി വിശ്രമിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല ലോഞ്ചിലും അവൈലബിൾ ആണ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ലോഞ്ച്. വലിയ വലിയ ലോഞ്ചൊക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള എക്സ്ട്രാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്തായാലും നമുക്ക് ഒരു ബെനിഫിറ്റാണ്. എയർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എയർപോർട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ്. അതേസമയം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഏതെങ്കിലും കാർഡിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ പറഞ്ഞ ഫ്രീ ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ലോഞ്ച് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കണക്റ്റഡ് ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഡിലേ ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ നോർമലി നമ്മൾ വിശ്രമിക്കുന്നതിന് പകരം ലോഞ്ച് ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സൗകര്യത്തോടു കൂടി അതിനുള്ളിൽ നമുക്ക് പോയി വിശ്രമിക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെയുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. നോർമലി ലോഞ്ചിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫീസ് കൊടുക്കണം. 2000 മുതൽ 2500 രൂപ വരെയൊക്കെയാണ് പെർ എൻട്രിക്ക് നമ്മൾ കൊടുക്കേണ്ട ചാർജ്. അതാണ് ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. പല കാർഡിലും കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന പല വീഡിയോയുടെ താഴെ ഇന്ന കാർഡിൽ ലോഞ്ച് ഫെസിലിറ്റി ഉണ്ടോ, എത്ര തവണ ആക്സസ് ചെയ്യാം, അങ്ങനെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് വരാറുണ്ട്. കൂടുതലും വരുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും അതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഫെഡറൽ ബാങ്കിൻ്റെ ഏതൊക്കെ ഡെബിറ്റ് കാർഡിലും ഏതൊക്കെ ക്രെഡിറ്റ് കാർഡിലും ലോഞ്ച് ഫെസിലിറ്റി നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എത്ര തവണ നമുക്ക് ലോഞ്ചിൽ എൻ്റർ ചെയ്യാം, അതേപോലെ തന്നെ ഏതൊക്കെ ലോഞ്ചിലാണ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കാം. നമുക്ക് പോയിട്ട് എല്ലാ ലോഞ്ചിലും പോയിട്ട് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എല്ലാ ബാങ്കുകൾക്കും ഓരോ കാർഡിനും ഒരു സ്പെസിഫിക് ലിസ്റ്റ് ഓഫ് ലോഞ്ച് ഉണ്ടാകും. ആ ലിസ്റ്റിലുള്ള ലോഞ്ചുകളിൽ മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നെന്തായാലും ഫെഡറൽ ബാങ്കിൻ്റെ ഏതൊക്കെ കാർഡുകളിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള A to Z എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. ആദ്യം നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് നോക്കാം. ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകളുടെയും കയ്യിലിരിക്കുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ക്രൗൺ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡൊക്കെ ആയിരിക്കും. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ക്രൗൺ വേരിയൻറ്റ് ഡെബിറ്റ് കാർഡിലൊന്നും നമുക്ക് ഈ പറഞ്ഞ കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ഒന്നും കിട്ടുന്നില്ല. നമുക്ക് സെലസ്റ്റ വേരിയൻറ്റ്, അതുപോലെ തന്നെ ഇമ്പീരിയോ വേരിയൻറ്റ്, പിന്നെ ചില പ്രീമിയം റൂപേ വേരിയൻറ്റ് ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ മാത്രമാണ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെഡറൽ ബാങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം പറഞ്ഞത് സെലസ്റ്റ വേരിയൻറ്റ് കാർഡാണ്. സെലസ്റ്റ വേരിയൻറ്റ് കാർഡ് നമുക്ക് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വിസ വേരിയൻറ്റിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ NRI ആണെങ്കിൽ സെലസ്റ്റ NRI എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അത് മാസ്റ്റർ കാർഡ് വേൾഡ് NRI വേരിയൻ്റ് ആണ് വരുന്നത്. നമുക്ക് ഈ പറഞ്ഞ കാർഡുകളുടെയൊക്കെ കാർഡ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 6 ഡിജിറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഡിജിറ്റിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. സെലസ്റ്റ ആണെങ്കിൽ 515630, സെലസ്റ്റ NRI ആണെങ്കിൽ 555915, സെലസ്റ്റ ഇൻഫിനിറ്റി വേരിയൻറ്റ് വിസ നെറ്റ്വർക്കിലുള്ള കാർഡാണെങ്കിൽ 453795 സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് ലോഞ്ച് ആക്സസ് നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ലോഞ്ച് കാർഡ് ഹോൾഡറിന് ക്വാർട്ടർലി 2 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഇനിയിപ്പോൾ ഔട്ട്സൈഡ് ഇൻ്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ നമുക്ക് കാർഡ് ഹോൾഡറിന് 1 വർഷം 4 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഇനിയിപ്പോൾ മൈനർ മെമ്പർ വിസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ലോഞ്ച് ആണെങ്കിൽ ക്വാർട്ടർലി 1 തവണയും, ഇൻ്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ 1 വർഷം 4 തവണയും വരുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രീമിയം വേരിയൻറ്റ് കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് സെലസ്റ്റ ബിസിനസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് ഡെബിറ്റ് കാർഡാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് വിസ നെറ്റ്വർക്കിലാണ് വരുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് നമ്പർ 457474 ആയിരിക്കും. അത് ആണെങ്കിൽ നമുക്ക് 1 തവണ കാർഡ് ഹോൾഡറിന് ക്വാർട്ടർലി 1 തവണ സൗജന്യമായിട്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാം. മൈനർ മെമ്പർ വിസിറ്റ് അലൗഡ് അല്ല, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ഇന്ത്യ ലോഞ്ചും അലൗഡ് അല്ല. ഡൊമസ്റ്റിക് ലോഞ്ച് നമുക്ക് ക്വാർട്ടർലി 1 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാർഡ് വേരിയൻ്റ് ആണ് ഇമ്പീരിയോ വേരിയൻറ്റ്. ഇമ്പീരിയോ വിസ സിഗ്നേച്ചർ വേരിയൻറ്റിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. കാർഡ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 469353 ഒന്ന് ചെക്ക് ചെയ്യുക. അതാണെങ്കിൽ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ക്വാർട്ടർലി 2 തവണ കോംപ്ലിമെൻ്ററി ആയിട്ട് കാർഡ് ഹോൾഡറിന് ആക്സസ് ചെയ്യാം. അതിനകത്ത് മൈനർ വിസിറ്റ് അലൗഡ് അല്ല, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലോഞ്ചും അലൗഡ് അല്ല. പിന്നെ ഇമ്പീരിയോ NRE EVE+ ആണെങ്കിൽ അത് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ കാർഡ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 53271167 ആണോന്ന് ചെക്ക് ചെയ്യുക. അതാണെങ്കിൽ കാർഡ് ഹോൾഡറിന് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ക്വാർട്ടർലി 1 തവണ ആക്സസ് ചെയ്യാം. ഇൻ്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ വർഷത്തിൽ 2 തവണ കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാം. മൈനർ വിസിറ്റ് അലൗഡ് അല്ല. പിന്നെ പ്രീമിയം അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ അകത്ത് കിട്ടുന്ന റൂപേ പ്ലാറ്റിനം കാർഡിന് നമുക്ക് കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. കാർഡ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ റൂപേ കാർഡ് ആണെങ്കിൽ അതിൻ്റെ കാർഡ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 652181 നോക്കുക. അതാണെങ്കിൽ ആ ഒരു കാർഡിൽ അലൗഡ് ആണ്. കാർഡ് ഹോൾഡറിന് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ക്വാർട്ടർലി 2 തവണയും, ഇൻ്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ ഇയർലി 2 തവണയും സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഇമ്പീരിയോ, അതുപോലെ തന്നെ ഇമ്പീരിയോ NRI കാർഡ്, അത് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലാണ് വരുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ ക്വാർട്ടർലി 1 തവണ കാർഡ് ഹോൾഡറിന് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് വരുന്നില്ല. കാർഡ് നമ്പർ ഇമ്പീരിയോ ആണെങ്കിൽ 532711 സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. ഇമ്പീരിയോ NRI ആണെങ്കിൽ കാർഡ് നമ്പർ 532711 സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുക.
പിന്നെ എസ്റ്റീം അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലൊരു കാർഡാണ് വരുന്നത്. അതിൻ്റെ കാർഡ് നമ്പർ 53271175 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണെങ്കിൽ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ക്വാർട്ടർലി 2 തവണ സൗജന്യമായിട്ട് കാർഡ് ഹോൾഡറിന് ആക്സസ് ചെയ്യാം. പിന്നെ GOV ആണെന്ന് പറഞ്ഞൊരു കാർഡുണ്ട്, മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലാണ് വരുന്നത്. കാർഡ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2228441 നോക്കുക. ക്വാർട്ടർലി 1 തവണ കാർഡ് ഹോൾഡറിന് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാം. ഇനിയിപ്പോൾ GOV ആൻഡ് പ്രൈം സെഗ്മെന്റ് ആണെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. കാർഡ് നമ്പർ 2228400 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ക്വാർട്ടർലി 2 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇന്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ ക്വാർട്ടർലി 1 തവണ സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. പിന്നെ NRE പ്രോസ്പെറ സെഗ്മെന്റ് ആണെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലാണ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. കാർഡ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 52697888 കാർഡ് ഹോൾഡറിന് വർഷത്തിൽ 1 തവണ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാം. ഇവരുടെ ഡെബിറ്റ് കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ സെലസ്റ്റ വേരിയന്റിൽ മാത്രമാണ് മൈനറിന് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി ഉള്ളത്. അല്ലാത്ത കേസിലൊക്കെ കാർഡ് ഹോൾഡറിന് മാത്രമേ ലോഞ്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇനിയിപ്പോൾ ലോഞ്ച് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ലിസ്റ്റ് ഉണ്ട്. ഇന്ത്യക്കുള്ളിലെ ഡൊമസ്റ്റിക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 52ഓളം എയർപോർട്ടുകൾ നമുക്കതിനകത്ത് ലിസ്റ്റിലുണ്ട്. 52 അല്ല, ഇപ്പോൾ നിലവിൽ അത് കൂട്ടിയിട്ടുണ്ട്. 50, 60, 68 മൊത്തം 70 ലോഞ്ചുകൾ അവൈലബിൾ ആണ്. ഈ 70 ലോഞ്ചുകളിലായിരിക്കും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇന്ത്യക്കുള്ളിലെ ഡൊമസ്റ്റിക് ലോഞ്ച് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഉള്ള കാർഡാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന 70 എയർപോർട്ടുകൾ എയർപോർട്ടിലെ ലോഞ്ചുകളിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാം. എയർപോർട്ട് ഏതാണ്, അതിൻ്റെ ഏരിയ ഫസ്റ്റ് ഫ്ലോർ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൊക്കേഷൻ എവിടെയാണ്, അതുപോലെ തന്നെ ഡയറക്ഷൻ, ലോഞ്ച് അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലിസ്റ്റിലുണ്ട്. ലിസ്റ്റ് ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തേക്കാം. പിന്നെ ഇപ്പോൾ ചില കാർഡിലേക്ക് സെലസ്റ്റ വേരിയൻ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ ലോഞ്ച് വരുന്നുണ്ട്. ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ്റർനാഷണൽ ലോഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് വരുന്നത് നമുക്ക് അതും ലഭ്യമാണ്. അത് ലോഞ്ച് കീ എന്ന് പറഞ്ഞൊരു പാർട്ണറുണ്ട്. അപ്പോൾ അവരുമായിട്ട് ചേർന്നാണ് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ അവർ ലോഞ്ച് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്കൊരു ലോഞ്ച് ഫൈൻഡ് ചെയ്യാം. ഇപ്പോൾ ദുബായിൽ നമുക്ക് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, അവിടെ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ഉള്ള കാർഡാണെങ്കിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് ചെയ്യാം. അപ്പോൾ ലോഞ്ച് ഏതൊക്കെയാണ്, ടെർമിനൽ എവിടെയാണ്, അതൊക്കെ നമുക്കൊരു വെബ്സൈറ്റ് വഴി തന്നെ അറിയാം ലോഞ്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം. ഇനി ഫെഡറൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ മുൻപ് നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ഒന്നും ഇല്ലാതെ നമുക്ക് ലോഞ്ച് ഫെസിലിറ്റി കോംപ്ലിമെൻ്ററി ആക്സസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അങ്ങനെയല്ല, ക്വാർട്ടർലി സ്പെൻഡ് ക്രൈറ്റീരിയ വരുന്നുണ്ട്. അത് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലോഞ്ച് ആക്സസ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടൂ. സിഗ്നറ്റ് ആണെങ്കിൽ പ്രീവിയസ് ക്വാർട്ടറിൽ 20,000 രൂപ മിനിമം സ്പെൻഡ് ചെയ്യണം. ഇമ്പീരിയോ ആണെങ്കിൽ 40,000 രൂപ, സെലസ്റ്റി ആണെങ്കിൽ 60,000 രൂപ മിനിമം ക്വാർട്ടർലി സ്പെൻഡ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കോംപ്ലിമെൻ്ററി ലോഞ്ച് ആക്സസ് കിട്ടൂ. സിഗ്നറ്റ് വേരിയൻ്റ് ആണെങ്കിൽ ഡൊമസ്റ്റിക് ലോഞ്ച് ക്വാർട്ടർലി 1 തവണ ആക്സസ് ചെയ്യാം കോംപ്ലിമെൻ്ററി ആയിട്ട്. ഇമ്പീരിയോ ആണെങ്കിൽ ക്വാർട്ടർലി 2 തവണ ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ചെയ്യാം. സെലസ്റ്റ് ആണെങ്കിൽ 2 തവണ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാം. അതുകൂടാതെ ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ്റർനാഷണൽ ലോഞ്ച് ആണെങ്കിലും നമുക്ക് 2 തവണ ആക്സസ് ചെയ്യാം. ഇയർലി 2 തവണയാണ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ്റർനാഷണൽ ലോഞ്ച് ആണെങ്കിൽ നമുക്ക് കോംപ്ലിമെൻ്ററി കിട്ടുന്നത്. പക്ഷേ ഈ ഒരു ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് ആണെങ്കിൽ ഈ ഒരു സെലസ്റ്റ കാർഡിൽ സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ എമൗണ്ട് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാം. പക്ഷേ ഇന്ത്യക്കുള്ളിൽ ലോഞ്ച് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 60,000 രൂപ സെലസ്റ്റ കാർഡിൽ മിനിമം സ്പെൻഡ് ചെയ്യണം പ്രീവിയസ് ക്വാർട്ടറിൽ. ഇതിൻ്റെയും ലോഞ്ച് ലിസ്റ്റ് വരുന്നുണ്ട്. ഡൊമസ്റ്റിക് ലോഞ്ച് ആണെങ്കിൽ സെയിം ലിസ്റ്റ് ആണോ നോക്കട്ടെ, സെയിം ലിസ്റ്റാണ്. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് മറ്റേ സെലസ്റ്റ വേരിയൻ്റ് ആണെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ലോഞ്ച് വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് വരുന്നുണ്ട്. അതാണെങ്കിൽ അത് സെയിം ആണ്. ലോഞ്ച് കീ വഴി തന്നെയാണ് കോംപ്ലിമെൻ്ററി ലോഞ്ച് ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് അവർ ലോഞ്ചിൽ വന്നാൽ നമുക്ക് നമ്മൾ പോകുന്ന രാജ്യം അടിച്ചാൽ അവിടെ ഇവർക്ക് ഫെസിലിറ്റി ഉണ്ടോ എന്ന് നമുക്കറിയാം. തൈവാനിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഏത് എയർപോർട്ടിൽ, ഏത് ടെർമിനലിൽ, ഏത് ലോഞ്ചിൽ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി എൻജോയ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ലോഞ്ച് ആക്സസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി